കരിങ്കാളി എന്ന ഒറ്റ പാട്ടിലൂടെ അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ശ്രീകുമാറാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്വന്തം പൂരമാണ്, ആഘോഷത്തിന്റെ പൂരമാണ്, എങ്ങനെയുണ്ട് ഇതുവരെ? സന്തോഷമായിട്ട് പോകല്ലേ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ പൂരം തൃശ്ശൂർ പൂരം. മലയാളികൾ എവിടെയുണ്ടോ, പുറത്തായാലും എവിടെയായാലും ഇന്നത്തെ ഒരു ദിവസം ഇന്നിവിടെ എത്തിയിരിക്കും എല്ലാവരും. അതാണ് തൃശ്ശൂർ പൂരം. ഒരു സന്തോഷം കൂടി ഉണ്ട് ഈ പൂരത്തിൽ. ഒരു തമിഴ് പാട്ടൊക്കെ പാടി അല്ലേ? തമിഴിലൊക്കെ സിനിമയില് ഇപ്പൊ പാടിയിട്ടുണ്ട് തമിഴ് പടത്തിൽ. കരിങ്കാളി അങ്ങ് പലയിടങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും. അടുത്ത ആരെയാണ് കരിങ്കാളിനെ സ്തുതിച്ചു, ഇനി അടുത്ത ആരെ സ്തുതിക്കാനാണ് നിങ്ങൾ ആലോചിക്കുന്നത്? വരും കാണാം. അതെ, സർപ്രൈസ് ആണ്. വരും. ഈ തമിഴ് പാട്ട് പാടാമോ? അത് ഇറങ്ങിയോ, പുറത്തിറങ്ങിയോ? അതോ ഇപ്പൊ പാടിയാൽ ശരി. അതെ പക്ഷെ കരിങ്കാളി പാടാണ്ട് പോകാൻ പറ്റുമോ? അതെ, അപ്പൊ അത് നമുക്ക് അല്ലേ? തീർച്ചയായിട്ടും. ഈ മണ്ണിൽ വടക്കുന്നാന്റെ മണ്ണിൽ. അതെ, കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ട്. കൊടുങ്ങല്ലൂരമ്മ ഭഗവതി എല്ലാം. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്, എരിവറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർമുടിക്കെന്തിനി മുല്ലപ്പൂ മലര്, കലിതുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീ അടങ്ങ്, ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങേണം, നെറികേടുകൾ വെട്ടിയരിഞ്ഞവൾ ആടിത്തെളിയേണം, നെടുനായകിയായവൾ നാടിന് കൺമണിയാകേണം. ഇവിടുത്തെ നമുക്ക് ദേവീ സങ്കല്പങ്ങളൊക്കെ അല്ലേ? ആളുകൾ കണ്ടോ എല്ലാവരും ചേച്ചിയൊക്കെ ഒന്ന് കൈയടിക്കായിരുന്നു. ചേച്ചിക്ക് ഒരു സന്തോഷം പങ്കുവെക്കുന്നുണ്ടോ? കടന്നു വരൂ. എങ്ങനെയുണ്ട് പാട്ട് കേട്ടിട്ട്? എന്ത് തോന്നി? പാട്ട് അതിമനോഹരമായിരുന്നു. പൂരത്തിന് ഇതിനിടയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് കേൾക്കാൻ പറ്റിയത് വളരെയധികം. തൃശ്ശൂർ ഒല്ലൂരാണ്. എങ്ങനെ കുടുംബസമേതം ആഘോഷിക്കാൻ? ഹസ്ബൻഡായിട്ട് വന്നിരിക്കുന്നത്. അതെ അതെ. വീട്ടിലേക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഇത് ആസ്വദിക്കുമ്പോ അവര് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അല്ല, നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ തന്നെയല്ലേ പറ്റുള്ളൂ. ശരി, ഓക്കെ, സന്തോഷം. നമ്മള് പ്രത്യേകിച്ചും ദേവിയെ കുറിച്ച് പറയുമ്പോ ഇപ്പോൾ വടക്കുന്നാഥ സന്നിധിയാണ്, ദേവിമാരൊക്കെയാണ്, പല മാതൃരൂപങ്ങളുണ്ടല്ലേ, ദുർഗയുണ്ട്, ഭദ്രയുണ്ട്. അപ്പോൾ ആ പാട്ടിൽ പറയുന്നത് ഇന്ന് നമുക്കറിയാം ഒരുപാട് സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ സ്ത്രീ എത്രത്തോളം എത്ര ശക്തമായി നിൽക്കണം എന്നുകൂടിയാണ് ആ പാട്ടിലൂടെ പറഞ്ഞത്. അതാണ് ദേവീ സങ്കല്പത്തിന്റെ മറ്റൊരു കരുത്ത് അല്ലേ? അതെ, അമ്മയായിട്ട് കാണണം, മകളായിട്ട് കാണണം. അതെ. അപ്പൊ ഇനി അടുത്തൊരു പാട്ട് ആരാധകരൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. അടിപൊളി പാട്ട് കൂടെ അടുത്തേതാ? അടുത്ത് നമ്മുടെ തൃശ്ശൂരിന്റെ പാട്ടാണ് അങ്ങോട്ട് പാടാം. അതെ, ആയിക്കോട്ടെ. ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടൽവ, മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത്, കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം, മുറ്റത്ത് നിക്കണ മുരിങ്ങയുടെ കൊമ്പിന്മേൽ 3000 പേര് തൂങ്ങിച്ചത്തേ, മുറ്റത്ത് നിക്കണ മുരിങ്ങയുടെ കൊമ്പിന്മേൽ 3000 പേര് തൂങ്ങിച്ചത്തേ, ഒരു പുറം നോക്കുമ്പോൾ ഓറഞ്ചോണ്ടൽവ, മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത്, കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം അമ്പട തൃശ്ശൂര് പൂരം. താങ്ക് യു. സന്തോഷം. പറഞ്ഞ